നമസ്കാരം. ജോബണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ കുടുംബശ്രീയുടെ കീഴിൽ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് തന്നെ പറയുന്നത് വനിതകൾക്കുള്ള ഒരു പോസ്റ്റാണ്, വനിതകൾക്ക് മാത്രമായിട്ടാണ്. അപ്പോൾ മറ്റുള്ളവർ കാണുന്നവരാണ് ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യുക. അതല്ല നിങ്ങൾ സ്ത്രീ സുഹൃത്തുക്കൾ, വനിതകൾ ആരെങ്കിലും സിസ്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലോ മറ്റോ ഷെയർ ചെയ്യുക. വിശദ വിവരങ്ങളിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പോസ്റ്റ് എന്ന് പറയുന്നത് സർവീസ് പ്രൊവൈഡർ എന്ന പോസ്റ്റാണ്, സേവനദാതാവ് എന്ന പോസ്റ്റാണ്. ഇപ്പോൾ വന്നിട്ടുള്ള ജില്ലകൾ, ഒഴിവുകൾ 4 ജില്ലയിലേക്കാണ് വേക്കൻസി വന്നിട്ട്. ഇടുക്കി, കാസർഗോഡ്, കണ്ണൂർ, കൊല്ലം ജില്ലകളിലാണ് ഓരോ ഒഴിവുകളായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിയമന രീതി പറയുകയാണെങ്കിൽ കരാർ നിയമനമാണ്. അതായത് കരാറിൽ ഏർപ്പെടുന്ന ദിവസം കൊണ്ട് ഏകദേശം 1 വർഷത്തേക്കാണ് നിയമനം ലഭിക്കുക. പിന്നെ പുതുക്കി നൽകലാണ്, നമ്മുടെ ജോലിയുടെ നമ്മുടെ കഴിവിനനുസരിച്ച് പുതുക്കി നൽകുന്നതാണ്. യോഗ്യതയിലേക്ക് വരുമ്പോൾ വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലകളിൽ നിന്നുള്ള ബിരുദമാണ്. പ്രായം നോക്കുകയാണെങ്കിൽ 40 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും 40 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പ്രായപരിധി പറയുന്നത് 31/1/2025 വരെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ 40 വയസ്സുള്ള ആളുകൾക്ക് പറ്റും. നിലവിൽ കുടുംബശ്രീയിൽ കൗൺസിലറോ കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത ആളുകളാണെങ്കിൽ 50 വയസ്സ് വരെയുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാം. പ്രവൃത്തി പരിചയം ചോദിക്കുന്നുണ്ട്. മുൻപരിചയം യാതൊരു വർഷത്തിലും നിർബന്ധമില്ല. എന്നാൽ 2 വർഷം പരിചയം ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. പിന്നെ കുടുംബശ്രീ അംഗങ്ങളോ കുടുംബശ്രീ കുടുംബാംഗങ്ങളോ ആയിരിക്കണം അപേക്ഷകർ, അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പ് അംഗമായിരിക്കണം. പ്രതിമാസ വേതനം 20,000 രൂപ മാസം ലഭിക്കും. ജോലിയുടെ സ്വഭാവം എന്താ വെച്ചാൽ കുടുംബശ്രീ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കുകളിൽ എത്തുന്നവർക്കും അന്തേവാസികൾക്കും ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കലാണ്. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗികമായ ഫീൽഡ് തലത്തിലും സേവനങ്ങൾ ലഭ്യമാക്കൽ. സ്ത്രീ പദവി സ്വയം പഠന പ്രക്രിയയുടെ ഭാഗമായി കണ്ടെത്തുന്ന നിരാലംബരായ വനിതകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കൽ. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി, അപേക്ഷ നിശ്ചിത ഫോർമാറ്റിലാണ് സമർപ്പിക്കേണ്ടത്. നിയമനം സംബന്ധിച്ച നടപടി സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് മുഖാന്തരമാണ്. അപേക്ഷാർത്ഥികൾ 500 രൂപ പരീക്ഷാ ഫീസായി അപേക്കേണ്ടതാണ്. ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയിട്ട് ജസ്റ്റ് നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 4/3/2025 5 മണി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അപേക്ഷ കുടുംബശ്രീ ജില്ലാ മിഷനിലോ സംസ്ഥാന മിഷനിലോ യാതൊരു കണക്ഷനും സ്വീകരിക്കുന്നില്ല. ഓൺലൈനിൽ മാത്രമാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ വേറെ കാര്യങ്ങൾ ഓൺലൈനിൽ ഫീസ് അടച്ചിൻ്റെ ചലാനും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ടാഗ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇനി എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ നിങ്ങൾ കമൻറ്റോ അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പിലോ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ കമൻറ്റ് കൂടി എന്തായാലും ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.